തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. മാഡം, സാർ, വാ വാ. ആഹാ, എന്തൊക്കെയുണ്ട്? ആ, നന്നായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമല്ലേ? എനിക്ക് എന്താ, സുഖമായിട്ടിരിക്കുന്നു. അല്ല, നിലമോൾക്ക് സുഖമില്ലെന്ന് കേട്ടു. ഇപ്പൊ കുഴപ്പമില്ലല്ലോ? ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. പക്ഷെ ഇപ്പോഴും ഹോസ്പിറ്റലാ ഉള്ളത്. അയ്യോടാ, അങ്ങനെയാണോ? ചിലപ്പോ ഇന്ന് തന്നെ മോളെ ഡിസ്ചാർജ് ചെയ്തേക്കും. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? കവിന് ചിക്കൻ ബോക്സ് ആണെന്ന് പറയുന്ന കേട്ടു. അതാ അവനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അതായിരുന്നോ? അവനെ മുകളിലത്തെ റൂമിലെ കിടത്തിയിരിക്കുന്നെ. എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. കവിൻ, കവിൻ, മോളെ നിലമോൾക്ക് എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നോ? ആ, കുഴപ്പമില്ല. കവിൻ, നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ശരീരമൊക്കെ വേദനിക്കുന്ന ആന്റി. നോക്കിയേ, എന്റെ മുഖവും കൈയും കാലും ഒക്കെ എല്ലാം പൊങ്ങിയിരിക്കുന്ന കണ്ടില്ലേ ആന്റി? എന്താ ഇങ്ങനെയൊക്കെ വന്നേന്ന് എനിക്കറിയില്ല. ഇത് ഓവർ ഹീറ്റ് കൊണ്ട് വരുന്നതാ കവിൻ. ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കണമെന്നാ പറയാ. അപ്പൊ എല്ലാം ശരിയാവും. നീ അതൊന്നും ചെയ്യാറില്ലെന്ന് തോന്നുന്നല്ലോ. അതെ ആന്റി. അമ്മയുണ്ടായിരുന്നെങ്കി ഇതൊക്കെ അവള് ചെയ്തേനെ. എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേപ്പിച്ച് മോനെ കുളിപ്പിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനുണ്ടല്ലോ, ഒരാഴ്ച പോലും തെറ്റാതെ നിലയെ എണ്ണ തേച്ച് കുളിപ്പിക്കും. ശരി, ഇനി അങ്ങോട്ട് ചെയ്തോളാം. കവിൻ, ഇങ്ങനെയുള്ളപ്പോ നല്ലോണം ചൊറിച്ചല് തോന്നും. നീ നഖം വെച്ചൊന്നും ചൊറിയരുത്, കേട്ടല്ലോ? പിന്നെ ഈ കുമിളകള് നിറയെ പടരും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇനി അഥവാ ചൊറിയണമെന്ന് തോന്നിയാലുണ്ടല്ലോ, ദേ ഇതിങ്ങനെ മുഴുവനോടെ എടുത്ത് ദേഹത്തിങ്ങനെ പതിയെ തടവി കൊടുത്താ മതി, കേട്ടല്ലോ? എങ്ങനെ ഒന്നും കൂടി ചെയ്ത് കാണിച്ചേ. ദേ ഇതുപോലെ. ഇങ്ങനെ തന്നെ മെല്ലെ തടവി കൊടുക്കണം. മയിൽപ്പീലി വെച്ച് തടവിയ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാ ഇത്, കേട്ടോ? ആന്റി ചെയ്തപ്പോ നല്ല സുഖമുണ്ട് ആന്റി. ഇനി എനിക്ക് ചൊറിച്ചിൽ വന്നാ ഞാൻ ഇതേപോലെ തന്നെ ചെയ്തോളാം. വീട്ടിലാകെ ബഹളം വെച്ച് ഓടിച്ചാടി നടന്നിരുന്ന മോനാ ഇപ്പൊ ഈ വേപ്പിലയുടെ മുകളിൽ അടങ്ങി ഒതുങ്ങി കിടക്കുന്ന കാണുമ്പോ മനസ്സിനാകെ ഒരു വിഷമം. മുത്തശ്ശി, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ദേവി കുഞ്ഞിന്റെ ദേഹത്ത് കയറിയെന്നല്ലേ പറയാറ്. അത് നല്ലതല്ലേ? പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്കാവുമ്പോ ദേഹവേദനയും പനിയും ഒക്കെ വരും. അത് സഹിക്കാൻ പറ്റണം. അതേ പ്രശ്നമുള്ളൂ. ഈ അസുഖം വന്നു പോയാ പിന്നെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്നാ. അവൻ കൊച്ചു കുഞ്ഞല്ലേ, അവന് വേഗം സുഖമായിക്കോളും. ഒട്ടും വിഷമിക്കണ്ട. വിഷമിക്കാണ്ടിരിക്കുക ആന്റി, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചോളാമേ. താങ്ക് യു കവൻ. എന്തിനാ ആന്റി ഇതിനൊക്കെ താങ്ക്സ് പറയുന്നേ? നമ്മൾ രണ്ടും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ, അത് മറക്കരുതേ.